തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ ആ ഉപകരണമില്ല, ആ സാധനം കണ്ടെത്തി. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. നമ്മൾ ഈ ഹാരിസ് ഹസനെ പോലെ കൃതഹസ്തനായ കമ്മിറ്റഡായ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ ഈ സാധനം അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് സംശയം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയത് ആരായാലും അവർ ശരിക്കും മാപ്പ് പറയേണ്ടതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരാൾ മോഷണം നടത്തിയെന്നൊരു ആരോപണം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ മോഷണം നടത്തിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യം വേണം. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പറയാൻ പാടുള്ളൂ. 99 വെച്ച് നമ്മൾ ഒരു കാരണവശാലും ഒരാൾ മോഷ്ടിച്ചു കാണും എന്ന് വിശ്വസിച്ച് പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കാരണം ഒരാളിൻ്റെ ആത്മാഭിമാനത്തെ തകർത്ത് കളയും. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ കാര്യത്തിൽ ഇത് വളരെ സങ്കടമാണ്. അദ്ദേഹത്തിൻ്റെ ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മൾ വിചാരിക്കും ഇത്രയും സീനിയറായ ഒരു ഡോക്ടർ വാർത്താലേഖകർക്ക് മുന്നിൽ വെച്ച് കരയുകയോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കാണും. കാരണം വെള്ളിടിയായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ് കാണും, തീ കോരിയിട്ട് കാണും ഈ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശം, അതും ഈ 10-25 ലക്ഷം രൂപ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുമായിരുന്ന ഒരാൾ, അതെല്ലാം ഉപേക്ഷിച്ച് സർക്കാർ സാലറിയിൽ സർക്കാർ കോൺട്രാക്ടറുകളൊക്കെ അനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്രകാലം പ്രവർത്തിച്ച ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ തകർക്കുകയും അത് കീഴ്മേൽ മറിക്കുകയും ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അബദ്ധം പറ്റിയെന്നെങ്കിലും പറയാൻ ഈ ആളുകൾ തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.